ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം പകർന്ന് 65,000 കോടി രൂപയുടെ മൂന്നാം സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ധനമന്ത്രി. തൊഴിലുറപ്പ് പദ്ധതിക്ക് 10,000 കോടി കൂടി നൽകുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഗരങ്ങളിൽ തൊഴിലവസരം കൂട്ടാൻ 18,000 കോടി കൂടി പ്രധാനമന്ത്രി പാർപ്പിട പദ്ധതിക്ക് നൽകും. 12 ലക്ഷം വീടുകൾ നിർമ്മിച്ച് 78 ലക്ഷം തൊഴിലവസരത്തിനാണ് ശ്രമം. പുതുതായി തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിലെ 15,000 രൂപ വരെ ശമ്പളമുള്ള പുതിയ ജീവനക്കാരുടെ 2 വർഷത്തെ PF വിഹിതം പൂർണ്ണമായും സർക്കാർ അടയ്ക്കുമെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാസവള സബ്സിഡിക്ക് 65,000 കോടി രൂപ നൽകും. സർക്കാർ കരാറുകാർ കെട്ടിവെക്കേണ്ട തുക 3% കുറച്ചു. പുതിയ വീടുകൾ വാങ്ങുമ്പോൾ നികുതിയില്ലാതെ അവകാശപ്പെടാവുന്ന കിഴിവ് 10 നിന്ന് 20% കൂട്ടി. ചെറുകിട സ്ഥാപനങ്ങളുടെയും സംരംഭകരുടെയും വായ്പാ ഗ്യാരണ്ടി പദ്ധതിയുടെ കാലാവധി അടുത്ത വർഷം മാർച്ച് വരെ നീട്ടിയതായും ധനമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,70,56,579 വോട്ടർമാരാണുള്ളത്. ഇതിൽ 1,44,83,668 പേർ സ്ത്രീകളാണ്. 1,31,72,629 പേർ പുരുഷന്മാരും 282 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറം ജില്ലയിലും ഏറ്റവും കുറവ് വയനാട്ടിലുമാണ്. മലപ്പുറത്ത് 33,54,658 വോട്ടർമാരും വയനാട്ടിൽ 6,25,453 വോട്ടർമാരും ഉണ്ട്. സംസ്ഥാനത്ത് അടുത്ത മാസം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണവും തുടങ്ങി. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ മുന്നിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. അവധി ദിവസങ്ങൾ ഒഴികെ രാവിലെ 11നും ഉച്ചയ്ക്ക് 3നും ഇടയ്ക്കുള്ള സമയത്താണ് പത്രിക സമർപ്പിക്കേണ്ടത്. വയനാട് ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വയനാട് കളക്ടറേറ്റിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഹരിത പ്രോട്ടോക്കോളും കോവിഡ് മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിച്ചായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടത്. മദ്യം, പണം, ഭീഷണി എന്നിവ ഉപയോഗിച്ച് വോട്ടർമാരെയും പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലുള്ളവരെയും സ്വാധീനിച്ചാൽ ഇത്തരക്കാർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അദീൽ അബ്ദുള്ള യോഗത്തിൽ അറിയിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽ പൊതുജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വിമുഖത കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നും എല്ലാവരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കുവാൻ കഴിയണമെന്നും ഈ സാഹചര്യത്തിലും പരമാവധി ആളുകളെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം വേണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് മെഷീനുകൾ ഇതിനോടകം സജ്ജമാക്കിയതായും ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലന പരിപാടികൾ പൂർത്തിയാക്കിയതായും പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ പുരോഗമിച്ചു വരുന്നതായും കളക്ടർ യോഗത്തിൽ അറിയിച്ചു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോവിഡ് രോഗം ബാധിച്ചതിനെ തുടർന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് വെളിയം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മാറ്റി. നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കും കുടുംബത്തിനും കോവിഡ് ബാധിച്ച സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 7 നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി 7 നാമനിർദ്ദേശ പത്രികകളാണ് ഇന്ന് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലേക്ക് നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് ലഭിച്ചിട്ടില്ല. എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായി. 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി 2045 പുതിയ ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ജില്ലയിൽ 82 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 1338 പ്രതിനിധികളെയും 14 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കായി 185 പേരെയും 13 മുനിസിപ്പാലിറ്റികളിലേക്ക് 421 പേരെയുമാണ് തെരഞ്ഞെടുക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലേക്ക് 74 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ജില്ലാ പഞ്ചായത്തിലേക്ക് 27 ഡിവിഷനിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി വരണാധികാരികളും സഹവരണാധികാരികളും ചുമതലയേറ്റു. തൃശൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിവസം ലഭിച്ചത് 4 നാമനിർദ്ദേശ പത്രികകൾ. തെക്കുംകര, വാടാനപ്പള്ളി, വലപ്പാട്, വേളൂക്കര എന്നീ 4 പഞ്ചായത്തുകളിലാണ് ഓരോ നാമനിർദ്ദേശ പത്രിക വീതം ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും ഏറെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 5 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്.
പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്നെങ്കിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും രോഗവ്യാപന സാധ്യതയുണ്ട്. അതിനാൽ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കണം. കോവിഡ് വന്നുപോകട്ടെയെന്ന് ആരും ചിന്തിക്കരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 5537 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. 727 പേർക്ക് രോഗം സ്ഥിരീകരിച്ച തൃശൂരിലാണ് ഇന്ന് കൂടുതൽ രോഗബാധിതർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 57,202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 25 മരണങ്ങളും ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 1796 ആയി. ചികിത്സയിലായിരുന്ന 6119 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 77,813 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 10 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആകെ 616 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. തൃശൂർ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 727 പേരിൽ 706 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം പകർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. സംസ്ഥാനത്ത് തന്നെ ഇന്ന് ഏറ്റവുമധികം കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ നിന്നാണ്. 727 പേർക്ക് കൂടി ഇന്ന് ജില്ലയിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ 1062 പേർ ഇന്ന് രോഗമുക്തരായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി രോഗമുക്തരായവരുടെ കണക്കുകളിൽ വളരെയധികം വർധന ജില്ലയിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 8737 ആയി ഉയർന്നിരിക്കുകയാണ്. തൃശൂർ സ്വദേശികളായ 88 പേർ മറ്റു ജില്ലകളിലും ചികിത്സയിൽ കഴിഞ്ഞുവരുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 49,000 എത്തി നിൽക്കുമ്പോൾ ഇതിൽ 40,000 പേരും രോഗം ഭേദമായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളവരാണ്. ജില്ലയിൽ ഇന്ന് സമ്പർക്കത്തിലൂടെ മാത്രം 706 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 6 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ ഇന്ന് 489 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 മരണങ്ങളും ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ചു. 254 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1008 പേർ രോഗമുക്തി നേടി. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 696 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കം വഴി 653 പേർക്കും രോഗം ബാധിച്ചു. 786 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടി. വയനാട് ജില്ലയിൽ ഇന്ന് 100 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 83 പേർ രോഗമുക്തി നേടി. 82 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ആലപ്പുഴ ജില്ലയിലെ കോവിഡ് മരണങ്ങളിൽ 87% 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ 15% വയോജനങ്ങളാണ്. പ്രായമായവരിൽ കോവിഡ് സങ്കീർണമാവുകയും മരണകാരണമാവുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഇന്ന് 399 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 578 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 1296 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 421 പേരാണ്. 45 വാഹനങ്ങളും പിടിച്ചെടുത്തു. കോവിഡ് രോഗികളെ കൊണ്ടുപോകാൻ അധിക ചാർജ് ഈടാക്കുന്ന സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ കർശന നടപടിയെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാരോട് നിർദ്ദേശിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് പോസ്റ്റ് കോവിഡ് ജാഗ്രതാ ക്ലിനിക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ തുടങ്ങിയവയോടനുബന്ധിച്ചാണ് ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. പോസ്റ്റ് കോവിഡ് ജാഗ്രതാ ക്ലിനിക്കുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ കോവിഡ് ഭേദമായ എല്ലാ രോഗികളുടെയും പട്ടിക തയ്യാറാക്കി എല്ലാവർക്കും കോവിഡാനന്തര ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ ശൈലജ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാൽ എംപിയുടെ കണ്ണൂർ പിലാത്തറയിലെ വസതി സന്ദർശിച്ചു. ശ്രീ വേണുഗോപാലിന്റെ മാതാവിന്റെ വിയോഗത്തിൽ അദ്ദേഹം കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു. ഇന്ന് രാവിലെ 11:30 ശ്രീ രാഹുൽ എത്തിയത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ, എറണാകുളം, അങ്കമാലി, ICDS, ജില്ലാ ആരോഗ്യ വകുപ്പ് എന്നിവ സംയുക്തമായി വെബിനാർ സംഘടിപ്പിച്ചു. കോവിഡ്-19 പ്രതിരോധ മാർഗ്ഗങ്ങളും കോവിഡാനന്തര ജീവിതവും എന്ന വിഷയത്തിൽ നടന്ന വെബിനാറിൽ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നീതു സോന മുഖ്യ പ്രഭാഷണം നടത്തി. പെരുമ്പാവൂരിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെടിയേൽക്കാനിടയായ സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെടിയേറ്റ ആദിലും പ്രതികളും സുഹൃത്തുക്കളായിരുന്നു. നിസാറും ആദിലും തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. സംസ്ഥാനത്ത് പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് നിയന്ത്രണം. ഹരിത പടക്കങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂവെന്ന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകി. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. ദീപാവലിക്ക് രാത്രി 8-നും 10-നും ഇടയിൽ മാത്രമേ പടക്കം പൊട്ടിക്കാൻ പാടുള്ളൂ. പ്രത്യേക വാർത്താ പ്രക്ഷേപണം കഴിഞ്ഞു. വാർത്തകൾ ഇനി നാളെ രാവിലെ 6:45-ന്.